ഡിയേഴ്സ്, വെൽക്കം ടു റെയ്നൂസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പരവ മീൻ കറിയാണ്. പരവ മീൻ വെച്ചിട്ട് ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച പരവ മീൻ, തേങ്ങ, 5 അല്ലി കൊച്ചുള്ളി, കുറച്ച് മുളകുപൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു വലിയ സവോള, ഒരു വലിയ തക്കാളി, 2 പച്ചമുളക്, ഒരു വലിയ പീസ് പുളി, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ഇല കറിവേപ്പില. ഇതൊക്കെയാണ് നമുക്ക് കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാനുള്ള ചട്ടി ചൂടാക്കാം. ചട്ടി ചൂടായതിനു ശേഷം അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഉലുവ നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകൊന്ന് കളറ് മാറി വന്നാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് റോസ്റ്റ് ആയി നല്ല ബ്രൗൺ കളർ ആവണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ മിക്സ് ഒന്ന് റെഡിയായി വന്നതിൽ അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അടുത്ത നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടയാൻ പാടില്ല. തക്കാളി ഉടയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റായി വരുന്ന ടൈമിന് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അരപ്പിനായിട്ട് വേണ്ടത് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ, കുറച്ച് കൊച്ചുള്ളി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, അരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അരച്ചെടുത്ത അരപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്രയെന്ന് വെച്ചാൽ അതുകൂടെ നമുക്ക് ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം.
എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കറി നമുക്ക് കുറച്ചു നേരം ഒന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വെക്കാം. കറി അപ്പം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന പരവമീൻ ആഡ് ചെയ്ത് കൊടുക്കാം. മീനും ആ കറിയുടെ മിക്സും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവാനായിട്ട് അടച്ചു വെക്കാം. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളി ഒന്നും ഉടഞ്ഞിട്ടില്ല. ലാസ്റ്റ് നമുക്ക് ആ കറിയുടെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.